ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമാണ്. മാപ്പിളപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവായി ലോകം അറിയപ്പെടുന്ന മൊയിൻകുട്ടി വൈദ്യർ സാംസ്കാരിക കേന്ദ്രം. ആ കേന്ദ്രത്തിൻ്റെ ഒരു ഉപശാഖ എന്തുകൊണ്ടും നാദാപുരത്ത് അനുയോജ്യമാണ് എന്ന് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ സാംസ്കാരിക വകുപ്പിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ജനങ്ങൾ പിരിച്ചെടുത്ത് തന്ന 32 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് 30 സെൻറ്റ് സ്ഥലം ഇവിടെ വാങ്ങിയത്. സാംസ്കാരിക വകുപ്പ് 1 കോടി രൂപ നൽകി കെട്ടിടവും പണിതു. നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ വലിയ സാധ്യതയുള്ള ഒരു സ്ഥാപനമാണിത്. അതിനെ ഫലപ്രദമായി അർത്ഥവത്തായി ഇനിയുള്ള കാലഘട്ടത്തിൽ പൂർണ്ണമായും ഉപയോഗിക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുക. മൊയിൻകുട്ടി വൈദ്യർ എന്ന് പറയുന്ന ഒരു മഹാനായ പ്രതിഭ 40 വർഷം മാത്രമാണ് ജീവിച്ചത്. മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനാധിപത്യ ബോധവും മതനിരപേക്ഷ ബോധവും സ്വാതന്ത്ര്യബോധവും മനുഷ്യസ്നേഹവും ഉദാത്തമായ സ്നേഹവും ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ട് വഴി ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു മഹാപ്രതിഭയാണ് മൊയിൻകുട്ടി വൈദ്യർ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒട്ടേറെ കാൽപ്പനിക പ്രേമ സ്നേഹ തലങ്ങൾ സ്പർശിക്കുന്ന ഒട്ടേറെ കൃതികളുണ്ട്. കുമാരനാശാൻ കാൽപ്പനിക രൂപഭാവത്തിൽ പ്രേമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉദാത്തമായ തലങ്ങളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മൊയിൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിൻ്റെ മലയാളം, തമിഴ്, അറബ്, സംസ്കൃത ഭാഷകളിലുള്ള പാണ്ഡിത്യത്തെ ഉപയോഗപ്പെടുത്തി ഒരു പ്രത്യേക ശൈലിയിൽ, അറബ് മലയാളം ശൈലിയിൽ മലയാളത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തിയ കൃതികൾ അറബി ഭാഷയിൽ രേഖപ്പെടുത്തി ഒരു പുതിയ ശൈലി മലയാള ഭാഷയ്ക്ക് നൽകി മനുഷ്യ മനസ്സിനെ സംസ്കരിച്ച ഒരു അതുല്യ പ്രതിഭയാണ് മൊയിൻകുട്ടി വൈദ്യർ. ഇന്ന് മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 30,000-ഓളം പുസ്തകങ്ങൾ
കൊണ്ടോട്ടിയിലുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ചരിത്ര സംഭവം കൂടി ഞാൻ ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുകയാണ്. 1921 മാപ്പിള ലഹള എന്ന് പറയുന്ന ഏറനാട്ടെ മാപ്പിള കൃഷിക്കാരുടെ സമരം, അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകുന്നു. അതോടൊപ്പം തന്നെ നാട് ജമ്മിത്തത്തിനെതിരായിട്ടുള്ള സമരമായി മാറുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേക അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ സാംസ്കാരിക തലത്തിലാണ് രൂപപ്പെട്ടത്. രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന ദേശീയ പ്രസ്ഥാനം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ സാംസ്കാരിക രംഗത്താണ് ഇതിൻ്റെ ചലനങ്ങളുണ്ടായത്. അതിൽ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ മൊയിൻകുട്ടി വൈദ്യർ രൂപപ്പെടുത്തിയ ബദർ പടപ്പാട്ട്, അതായത് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വാതന്ത്ര്യ വാഞ്ച, പ്രവാചകൻ നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തിയത്. ആ ബദർ പാട്ട് വഴിയാണ് യഥാർത്ഥത്തിൽ